വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി പറയുന്നത് നീളും. ജില്ലാ ലീഗൽ അതോറിറ്റി സെല്ലിന്റെ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിഗണിക്കാൻ നാളെ കോടതി വീണ്ടും ചേരും. കുറ്റക്കാരനെന്ന കണ്ടെത്തൽ സംബന്ധിച്ച് പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന രീതിയിലാണ് പോലീസ് ചെന്താമരയെ പിടികൂടിയതെന്ന് പ്രതിയുടെ അഭിഭാഷകൻ. വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്നും പ്രോസിക്യൂട്ടർ. പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസി ചെന്താമരാക്ഷൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനു പിന്നാലെ ഇന്ന് വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മിറ്റിഗേഷൻ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വിധി പ്രസ്താവമെന്ന് കോടതി അറിയിച്ചു. 2019 സജിതയെയും 2025 സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ പ്രതി കൊടും കുറ്റവാളിയാണെന്നും കോടതിയിൽ പോലും വധഭീഷണി മുഴക്കിയ ആളാണെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. ഗാന്ധിയല്ലെന്നും വേണ്ടിവന്നാൽ ഇനിയും കുറ്റം ചെയ്യുമെന്നുമുള്ള പ്രതിയുടെ പരാമർശങ്ങൾ കുറ്റവാളിയുടെ മനസ്ഥിതിയാണ് കാണിക്കുന്നതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി. പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ പ്രതിക്ക് നൽകണമെന്നും പ്രോസിക്യൂട്ടർ കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനെന്ന രീതിയിലാണ് പോലീസ് ചെന്താമരയെ പ്രതി ചേർത്തതെന്ന് ചെന്താമരയുടെ അഭിഭാഷകൻ വാദിച്ചു. കൊലപാതകം നടത്തിയതിന് ദൃക്സാക്ഷികളില്ല. നിരവധി സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകണമെങ്കിൽ ദൃക്സാക്ഷി വേണമെന്ന സുപ്രീം കോടതി നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചെന്താമരയുടെ അഭിഭാഷകന്റെ വാദങ്ങൾ. ദൃക്സാക്ഷി കൂറുമാറിയതിനാലും സാഹചര്യ തെളിവുകൾ ശക്തമായതിനാലും വധശിക്ഷ വിധിക്കുന്നതിന് തടസ്സമില്ലെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അല്ല, അതിന് തടസ്സമൊന്നുമില്ല. കാരണം വധശിക്ഷയ്ക്കും സർക്കംസ്റ്റൻഷ്യൽ എവിഡൻസിനും വലിയ ബന്ധങ്ങളൊന്നുമില്ല. എന്നാലും അത് കോടതി അത് പരിഗണിക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രം ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾ ആവശ്യപ്പെട്ടത് തുടക്കം തൊട്ട് ആവശ്യപ്പെടുന്നത് ഡെത്ത് പെനാൽറ്റി മാത്രമാണ്. ആൾറെഡി അയാൾ ചെയ്തു എന്നുള്ള കണ്ടെത്തി കഴിഞ്ഞു. ഇനി അതിലൊരു സംശയം വെച്ചിട്ട് ഏത് കോടതി വിധി പറയില്ല. അപ്പോൾ അത് ആൾറെഡി തെളിഞ്ഞ കാര്യങ്ങളാണ്. അന്തിമ വിധി പറയുന്നതിന് മുൻപ് പൂർത്തീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വിചാരണ കോടതി ആരംഭിച്ചു. പ്രതിയായ ചെന്താമരാക്ഷനെ കൗൺസിലിംഗിന് വിധേയമാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ലീഗൽ അതോറിറ്റിയോട് കോടതി ആവശ്യപ്പെട്ടു. ലഭിക്കാൻ പോകുന്ന ശിക്ഷയെ സംബന്ധിച്ച് പ്രതിയോട് വിശദീകരിക്കുന്നത് വഴി പ്രതിക്ക് പശ്ചാത്താപം ഉണ്ടാകാനുള്ള അവസാന ശ്രമമാണ് കൗൺസിലിംഗ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്കായി കേസ് നാളെ വീണ്ടും പരിഗണിക്കും. അതിനുശേഷമായിരിക്കും അന്തിമ ശിക്ഷാവിധിയിലേക്ക് കടക്കുക. ന്യൂസ് മലയാളം, പാലക്കാട്.